വനിതകൾക്ക് സൗജന്യ ബസ് യാത്ര നീക്കം തുടങ്ങി KSRTC. പ്രതിദിന വനിതാ യാത്രക്കാരുടെ കണക്കെടുപ്പ് ആരംഭിച്ചു എന്നാണ് ഞാനൊരു പോസ്റ്റ് ഇപ്പോൾ കണ്ടത്. അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, യാഥാർത്ഥ്യമായാൽ ഇപ്പോൾ വരാൻ പോകുന്ന ഗവൺമെൻറ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് തന്നെ പറയണം. കാരണം എന്താ പറയുക, ഈ പക്ഷം ഏതായിരുന്നാലുമേ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണല്ലോ, അല്ലെങ്കിൽ ജനങ്ങളാണല്ലോ വലുത് എന്നുള്ള ഒരു തീരുമാനം വളരെ നല്ലതാണ്. ഇതൊരു എന്താ പറയുക, ഈ ഒരു സന്തോഷമുള്ള ഒരു വശമാണ്. പക്ഷേ ഇതിനകത്ത് ഒരു നെഗറ്റീവ് സൈഡ് കൂടെ വരുന്നുണ്ട്. അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സൗജന്യ യാത്ര ബസ് വന്നു കഴിഞ്ഞാൽ അതായത് യാത്രക്കാരുടെ എണ്ണം വർദ്ധിക്കും എന്നുള്ളത് ഒരു വലിയൊരു സംഭവമാണ്. അങ്ങനെ വരുമ്പോൾ പുരുഷന്മാരുടെ KSRTCയിലെ യാത്രകൾ ഒരുപക്ഷെ ഒഴിവാക്കാം, അല്ലെങ്കിൽ കയറാതിരിക്കാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ കൂടുതൽ സർവീസുകൾ കൊണ്ടുവന്ന് ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഇരട്ടി ചെലവിലോട്ട് പോകും എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. അങ്ങനെ നേരിടുന്ന ഒരു ഘട്ടം വന്നാൽ KSRTC ജീവനക്കാരുടെ ശമ്പളം, മറ്റ് ആനുകൂല്യങ്ങൾ, എന്താ പറയുക, മെയിൻ്റനൻസ് കോസ്റ്റ്, ഡീസൽ, ഇതിനെയൊക്കെ ബാധിക്കാതെ കൃത്യമായിട്ട് എന്താ പറയുക കൊണ്ടുപോകാൻ പറ്റുമോ?